ഹലോ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തരുടെ പരിപാടികളിലേക്കായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഓണത്തിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ശാന്തതയായിരിക്കും അല്ലേ. തലേ ദിവസം വരെ നാട്ടിലായാലും വീട്ടിലായാലും മൊത്തത്തിലൊരു ബഹളമായിരിക്കുമല്ലോ. എന്താ പാട്ട്, ഡാൻസ്, മത്സര പരിപാടികൾ, സദ്യവട്ടത്തിൻ്റെ ബഹളങ്ങൾ, അങ്ങനെ മൊത്തത്തിലൊരു ബഹളം. ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും ഒരു ശാന്തമായ അന്തരീക്ഷമായിരിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങളിലായിരിക്കുമല്ലോ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേരുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ശാന്തമാകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കേ. ഓണമായാലും വിഷു ആയാലും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും ഇനി ഏതെങ്കിലും കല്യാണമൊക്കെ ആയാലും അതിൻ്റെയൊക്കെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ മനസ്സിന് എന്തായിരിക്കും, ഒരു സന്തോഷമായിരിക്കും. അടുത്ത മാസം അത് വരുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരെയും കാണാമല്ലോ, നമുക്ക് അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഇവൻ്റ് കഴിയുന്നൊരു ദിവസം ഉണ്ടാവുമല്ലോ, അന്ന് മനസ്സിന് ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. അയ്യോ ഇത് കഴിഞ്ഞല്ലോ എന്നാലോചിച്ചിട്ട്. പിന്നെ ഇതുപോലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജാണ് കേട്ടോ. ആ ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളുണ്ടാവും. ഇനി 1-2 ദിവസത്തേക്കും കൂടെ കഴിക്കാനുള്ള സാധനം ചിലപ്പോൾ അതിലുണ്ടാവും. അങ്ങനെ ബാക്കി വരുന്ന ഭക്ഷണങ്ങളിൽ മെയിൻ സാധനമായിരിക്കും പച്ചടി, സാമ്പാർ, കൂട്ടുകറി, ഇതൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ സാധാരണയായിട്ട് ഇതൊക്കെയാണ് ബാക്കി ഉണ്ടാകുക. പിന്നെ ചിക്കൻ കറി. നമ്മുടെ നാട്ടിലൊക്കെ ഓണായാലും വിഷു ആയാലും എല്ലാം എന്തുണ്ടാക്കിയാലും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ മസ്റ്റാണ്. ചിക്കൻ എന്തായാലും ഉണ്ടാവും, ചിക്കനും ഫിഷും ഉണ്ടാവും. അപ്പോൾ ഇന്നലെ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നത് പച്ചടി മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു മുട്ട ഓംലെറ്റും പിന്നെ ഒരു ചെമ്മീൻ, നമ്മുടെ ഉണക്ക ചെമ്മീനില്ലേ, അതിൻ്റെ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഉണക്ക ചെമ്മീൻ കറി വെക്കുന്നത്. ആ സാധനം ഞങ്ങൾ അങ്ങനെ വാങ്ങാറില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ അതൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല ഇഷ്ടം ഉണ്ടാവില്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ. നാട്ടിൽ നമുക്ക് മീൻ കിട്ടാത്ത സമയത്ത് ഈ ഉണക്ക ചെമ്മീൻ കറിയൊക്കെ കൊണ്ടല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇന്നലെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വൈകി കിടന്നത് കൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഉപ്പുമാവ് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ലഞ്ചിന് ഫിഷ് ഇരിപ്പുണ്ടായിരുന്നു, എന്നാലും മടി കാരണം ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓംലെറ്റും കൂടെ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ഓംലെറ്റിന് നല്ല അമീബയുടെ ഷേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് ഞങ്ങൾ ഓംലെറ്റും നമ്മുടെ ചെമ്മീൻ്റെ കറിയും പിന്നെ നമ്മുടെ ഇന്നലത്തെ ബാക്കി വന്ന പച്ചടിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു, ചെറുതായിട്ട് നല്ലൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം ഈ ഉണക്കച്ചെമ്മീൻ്റെ കറി വെച്ചോണ്ടാണോ എന്നറിയില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഓംലെറ്റ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞേ. അപ്പോൾ ബായ്.